പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ചുള്ള DJ പാർട്ടികൾക്ക് കൊച്ചിയിൽ നിരോധനം. പൂർണ്ണ വെളിച്ചത്തിൽ 12:30 വരെ നീളുന്ന സംഗീത പരിപാടികൾ നടത്താൻ ഹോട്ടൽ റിസോർട്ട് ഉടമകൾക്ക് പോലീസ് അനുമതി നൽകി. ഹോട്ടലുകളിലും റിസോർട്ടുകളിലും നടക്കുന്ന പുതുവത്സരാഘോഷം പൂർണ്ണ വെളിച്ചത്തിലും എല്ലാ പ്രായത്തിലുള്ളവർക്കും പങ്കെടുക്കാവുന്നതുമായിരിക്കണം. മയക്കുമരുന്ന് ഉപയോഗം നടക്കുന്നില്ല എന്ന് ഹോട്ടൽ റിസോർട്ട് ഉടമകൾ ഉറപ്പുവരുത്തണമെന്നും കൊച്ചി സിറ്റി കമ്മീഷണർ MP ദിനേശ് നിർദ്ദേശിച്ചു. ഹൗസ് ബോട്ടുകളിലും ദ്വീപുകളിലും നടക്കുന്ന ആഘോഷ പരിപാടികൾ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്നാമത് DJ പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് മ്യൂസിക്കൽ പാർട്ടീസൊക്കെ അവർക്ക് നടത്താമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം DJ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് നടത്തുന്ന ഒരു പാർട്ടിയാണ് ശരിക്കും. ഫാമിലിയിൽ എന്ന് പറയുകയാണെങ്കിൽ എന്താ കൊച്ചുകുട്ടി മുതൽക്ക് ഏറ്റവും പ്രായമായ എന്ന് പറയുകയാണെങ്കിൽ വീട്ടിലെ പ്രായമായ മെമ്പർ കൂടി കുടുംബസമേതം പങ്കെടുക്കാവുന്ന പാർട്ടികൾ നടത്തുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം, കാരണം ഡിം ലൈറ്റിലായിരിക്കില്ല. അതേപോലെ CCTVയുടെ സർവൈലൻസ് ഉണ്ടായിരിക്കണം. പാർട്ടി എന്ന് പറഞ്ഞാൽ 12:30 മണിയാകുമ്പോഴേക്കും എല്ലാ പാർട്ടിയും ക്ലോസ് ചെയ്ത് 1 മണിയാകുമ്പോഴേക്കും വന്ന ആൾക്കാരെ ഡിസ്പേഴ്സ് ചെയ്യണം. മദ്യം അബ്കാരിയുടെ റൂൾസ് പ്രകാരം എത്ര നേരം സർവ് ചെയ്യാന്ന് വെച്ചാൽ ഇത് പ്രകാരം ചെയ്യാറ് ശരിക്കും അബ്കാരി ആക്ട് പ്രകാരം. പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുമെന്ന് ഹോട്ടൽ റിസോർട്ട് ഉടമകൾ വ്യക്തമാക്കി. ലോ ആൻഡ് ഓർഡർ തകർത്തുകൊണ്ടുള്ള ഒരു പരിപാടിക്കും ഹോട്ടൽസ് നിൽക്കുകയില്ല. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവേയില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ മീറ്റിംഗിലുള്ള തീരുമാനം. പുതുവത്സരാഘോഷ പരിപാടികളിൽ വൻതോതിൽ മയക്കുമരുന്ന് ഉപയോഗം നടക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഹോട്ടൽ റിസോർട്ട് ഉടമകളുടെ യോഗം വിളിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വന്തം ഭൂമിക്കായി വയനാട് കളക്ടറേറ്റിന് മുന്നിൽ കാഞ്ഞിരത്തിനാൽ കുടുംബം നടത്തുന്ന സമരം 500 ദിവസങ്ങൾ പിന്നിട്ടു. വനഭൂമി എന്ന പേരിൽ വനംവകുപ്പ് പിടിച്ചെടുത്ത ഭൂമിക്കായാണ് ഇവരുടെ സമരം. ഭൂമി സംബന്ധിച്ച മുഴുവൻ രേഖകളുമായി ഇവർ നീതിക്കായി കാത്തിരിക്കുകയാണ്. കാഞ്ഞിരത്തിനാൽ വില്ലേജിലെ ജോർജ് എന്നയാളുടെ നികുതി അടച്ചുകൊണ്ടിരുന്ന 12 ഏക്കർ ഭൂമിയിൽ പെട്ടെന്നൊരിക്കൽ വനവകുപ്പ് അവകാശമുന്നയിച്ചു. ഇത് നിക്ഷിപ്ത വനഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അത്. ഭൂമി സംബന്ധിച്ച മുഴുവൻ രേഖകളുണ്ടായിട്ടും വനംവകുപ്പ് ഭൂമി ഏറ്റെടുത്തു. ദുരൂഹതകൾ ഏറെയുള്ള പ്രശ്നം ഇന്നും കോടതിയിലാണ്. മുൻ ചീഫ് സെക്രട്ടറി നിവേദിത പി ഹരന്റെയും മാനന്തവാടി സബ് കളക്ടറുടെയും റിപ്പോർട്ടിലും വിജിലൻസ് റിപ്പോർട്ടിലും ഈ ഭൂമി കാഞ്ഞിരത്തിനാൽ ജോർജിന്റേതാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നിട്ടും വനംവകുപ്പ് കോടതികളിൽ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ തുടരുകയാണ്. നീതിക്കായുള്ള വർഷങ്ങളായുള്ള സമരം കാഞ്ഞിരത്തിനാൽ ജോർജിന്റെ മരണശേഷം മകളും മരുമകനായ ജെയിംസും ഇവരുടെ മക്കളും തുടരുകയാണ്. നടക്കുമെന്ന് തോന്നുന്നില്ല. നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണല്ലോ. നമുക്ക് ഏത് തെളിവുകളും റെക്കോർഡുകളും വെക്കാനുള്ള കഴിവിന്റെ മുകളിലാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. ഒന്നെങ്കിൽ മരണം, അല്ലെങ്കിൽ നീതി. 500 സമരദിനങ്ങൾ കളക്ടറേറ്റിന് മുന്നിലെ ഈ പന്തലിൽ പിന്നിട്ട് കഴിഞ്ഞു ഈ കുടുംബം. കഠിന ദുരിതങ്ങൾക്കിടയിലും ഒരിക്കൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരിപ്പോഴും. ന്യൂസ് ബ്യൂറോ, വയനാട്. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ വിഭാഗം താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് അരയ്ക്ക് താഴെ തളർന്നവർ വീൽചെയറിലെത്തി കൂട്ടധർണ നടത്തി. എന്നാൽ ജില്ലാ ആശുപത്രി വികസന സമിതിയാണ് പിരിച്ചുവിട്ടതെന്ന് സൂപ്രണ്ട് അറിയിച്ചു. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടിയെന്നും സൂപ്രണ്ട് പറഞ്ഞു. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ രാജേഷിനെ പിരിച്ചുവിടുന്നത് അന്യായമാണെന്ന് ആരോപിച്ചാണ് അരയ്ക്ക് താഴെ തളർന്നവരും വൃക്കരോഗികളും കൊല്ലം ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ വിഭാഗം ഡ്രൈവറും വോളണ്ടിയറുമായ രാജേഷിന് പിന്തുണയുമായി എത്തിയത്. മലവും മൂത്രവും കട്ടിലേക്ക് കടന്നു പോയിക്കുന്നത് എനിക്ക് രാജ് സാറ് വന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പുറലോകം കാണുന്നത്. ഹോസ്പിറ്റൽ സംബന്ധമായ കാര്യത്തിന് വിളിച്ചാലും ഒരു മനുഷ്യനെ എത്രത്തോളം ചെയ്യാം അതിനേക്കാൾ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പ്രവർത്തന ദിവസം മാത്രമായി ശമ്പളം ചുരുക്കിയതിനെ ചോദ്യം ചെയ്ത് ജില്ലാ പഞ്ചായത്തിന് പരാതി നൽകിയതാണ് തനിക്കെതിരെ സൂപ്രണ്ടും മെഡിക്കൽ സൂപ്പർവൈസറും തിരിയാൻ കാരണമെന്ന് രാജേഷ് ആരോപിച്ചു. പ്രോഗ്രാം നടക്കുന്ന ദിവസം മാത്രമേ ശമ്പളം തരാൻ കഴിയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ 10-15 ദിവസം മാത്രമേ ശമ്പളം കഴിയുന്നൊരു ഓർഡർ ഉണ്ടാക്കി. പക്ഷെ അതിനെതിരെ ഞാൻ ജില്ലാ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. കുറച്ച് ആൾക്കാർ ചേർന്ന് നമ്മളെ പുറത്താക്കാൻ വേണ്ടി ഹിയറിംഗ് നോട്ട് എഴുതുകയും അത് പ്രകാരം നടപടിയാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുകയും ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്നാൽ മാസത്തിൽ പാതി ദിവസം പോലും ജോലിക്കെത്താത്തതിനെ ചോദ്യം ചെയ്ത മെഡിക്കൽ സൂപ്പർവൈസറോട് അപമര്യാദയായി പെരുമാറിയതാണ് നടപടിക്ക് കാരണമെന്നും HMC തീരുമാനമനുസരിച്ചാണ് പുറത്താക്കിയതെന്നും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. എൻക്വയറിക്കകത്ത് പുള്ളിക്കെതിരായിട്ടുള്ള കുറച്ച് ഫൈൻഡിങ്സ് ആണ് കിട്ടിയത്. ആശുപത്രിയിലെ ചില ഡോക്ടർമാരും ജീവനക്കാരും രാജേഷിനെതിരെ മൊഴി നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പാലക്കാട് കടപ്പാറയിലെ ആദിവാസി ഭൂവിതരണം വനംവകുപ്പ് അട്ടിമറിച്ചുവെന്നാരോപിച്ച് MLAയുടെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആലത്തൂർ MLA KD പ്രസേനന്റെ നേതൃത്വത്തിൽ നെന്മാറ DFO ഓഫീസിലേക്കായിരുന്നു മാർച്ച്. പാലക്കാട് കടപ്പാറയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി നൽകാമെന്ന തീരുമാനം വനം റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തള്ളിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. കടപ്പാറ മൂർത്തിക്കുന്നിൽ കുടിൽകെട്ടി സമരം നടത്തുന്ന ആദിവാസികളടക്കം 100 കണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു. കടപ്പാറയിൽ ഭൂമി നൽകാനാവില്ലെന്ന മുൻ നെന്മാറ DFOയുടെ റിപ്പോർട്ട് അംഗീകരിച്ച വനം റവന്യൂ മന്ത്രിമാരുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് KD പ്രസേനൻ MLA പറഞ്ഞു. DFO എഴുതി വെച്ച ആ കീറക്കടലാസുണ്ടല്ലോ അത് ഉടനെ തിരിച്ചു വാങ്ങണം.
ആ റിപ്പോർട്ട് തള്ളിക്കളയാൻ നിങ്ങൾ സന്നദ്ധമാണ്. കടപ്പാറയിലെ ഭൂരഹിതരായ 22 ആദിവാസി കുടുംബങ്ങൾക്ക് 60 സെന്റ് ഭൂമി വീതം നൽകാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. പിന്നീട് വനം വകുപ്പ് എതിർപ്പുമായി രംഗത്ത് വന്നതോടെ ഭൂവിതരണ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. DF ഓഫീസ് മാർച്ചിൽ AKS, PKS പ്രവർത്തകരും പങ്കെടുത്തു. CPIM നേതാക്കളായ ചിന്താപ്രാക്ഷൻ, T കണ്ണൻ, CK ചാമുണ്ണി എന്നിവർ സംസാരിച്ചു. മന്ത്രി AK ബാലൻ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം ചർച്ച ചെയ്യാൻ ജനുവരി 18-ന് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി കൊച്ചിയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ടോം ഉഴുന്നാലിന്റെ മോചനത്തിന് ശ്രമിക്കുമെന്ന് മന്ത്രി അറിയിച്ചതായി കർദിനാൾ ആലഞ്ചേരിയും പ്രതികരിച്ചു. To get me released and save my life, I need your help. യമനിൽ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ മലയാളി പുരോഹിതൻ ഫാദർ ടോം ഉഴുന്നാൽ സഹായത്തിനായി കേഴുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാരും ഫ്രാൻസിസ് മാർപ്പാപ്പയും അടിയന്തരമായി ഇടപെടണമെന്നും ഫാദർ ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നയതന്ത്ര ഇടപെടലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫാദർ ടോമിന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് മന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു. The information is concerned, video is concerned, we definitely look after and we will do whatever I can do. ഫാദറിന്റെ മോചനത്തിനായി പരിശ്രമിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കർദിനാൾ ജോർജ് ആലഞ്ചേരിയും പറഞ്ഞു. മാക്സിമം സപ്പോർട്ട് അതിനുവേണ്ടി ചെയ്യുമെന്നും പരിശ്രമിക്കുന്നുണ്ടെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു. വത്തിക്കാന്റെ ഇടപെടൽ കൊണ്ടല്ല അദ്ദേഹം സൂചിപ്പിക്കുന്ന ഫ്രഞ്ച് വനിതയുടെ വിമോചനവും നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഫ്രഞ്ച് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ കഴിയുന്ന വിശ്രമ സങ്കേതവുമായി CPIM രംഗത്ത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം 76 മുറികളുള്ള വിശ്രമ സങ്കേതം കോടിയേരി ബാലകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. ഏപ്രിൽ മാസം ആദ്യത്തോടെ വിശ്രമ സങ്കേതത്തിലെ മുഴുവൻ അന്തേവാസികൾക്കും സൗജന്യ ഭക്ഷണം നൽകാനാണ് CPIMന്റെ തീരുമാനം. സ്വാന്തന പരിചരണ രംഗത്ത് CPIM നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിശ്രമ സങ്കേതം തുറന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും പാട്ടവ്യവസ്ഥ പ്രകാരം EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. ഡബിൾ റൂമിന് 200 രൂപയും സിംഗിൾ റൂമിന് 125 രൂപയുമാണ് മുറിവാടകയായി ഈടാക്കുക. ഏപ്രിൽ മാസം മുതൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണവും നൽകും. മെഡിക്കൽ കോളേജ്, RCC, ശ്രീചിത്ര എന്നിവിടങ്ങളിൽ എത്തുന്ന രോഗികൾക്ക് CPIM നടപ്പിലാക്കുന്ന ഈ പദ്ധതി വലിയ ആശ്വാസമാകുമെന്ന് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ M. വിജയകുമാർ പറഞ്ഞു. രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കൂട്ടിരിപ്പുകാരെയും അവർക്ക് ഉള്ള ഒരു സഹായം എന്ന നിലയിൽ അവർ വളരെയേറെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് പിന്നെ നരകയാതനയാണ്. അതിനുള്ള ഒരു കൈത്താങ്ങെന്ന നിലയിലാണ് ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ അവർക്ക് ഉള്ള താമസ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും, ഭക്ഷണം ഉൾപ്പെടെ മറ്റു കാര്യങ്ങളും പലതുമുണ്ട്. ഇതിനോടകം തന്നെ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ, മിതമായ നിരക്കിൽ പ്രവർത്തിക്കുന്ന ആംബുലൻസുകൾ, മൊബൈൽ മോർച്ചറി എന്നിവ പ്രവർത്തിച്ചു വരുന്നു. വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ട്രസ്റ്റി അംഗങ്ങളായ ആനാവൂർ നാഗപ്പൻ, കടകംപള്ളി സുരേന്ദ്രൻ, കോലിയക്കോട് കൃഷ്ണൻ നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫെബ്രുവരിയിൽ നടക്കുന്ന DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും പ്രകാശനം കൊച്ചിയിൽ നടന്നു. നടനും സംവിധായകനുമായ നാദിർഷയാണ് പ്രകാശനം നിർവഹിച്ചത്. ഫെബ്രുവരി 1 മുതൽ 5 വരെ കൊച്ചിയിലാണ് DYFI അഖിലേന്ത്യാ സമ്മേളനം നടക്കുക. ഫെബ്രുവരി ആദ്യവാരം നടക്കുന്ന DYFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെയും അനുബന്ധ പരിപാടികളുടെയും വിവരങ്ങളും വാർത്തകളും ലൈവ് സ്ട്രീമിംഗുമാണ് DYFI വെബ്സൈറ്റിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാകുക. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ നടനും സംവിധായകനുമായ നാദിർഷ വെബ്സൈറ്റിന്റെയും FB പേജിന്റെയും പ്രകാശനം നിർവഹിച്ചു. 10ാം അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് 10 ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുന്നതടക്കമുള്ള പദ്ധതികൾ DYFI നടപ്പാക്കുന്നുണ്ടെന്ന് സമ്മേളനം സ്വാഗത സംഘം ചെയർമാൻ P. രാജീവ് പറഞ്ഞു. 10 നിശ്ചയിച്ചതെങ്കിലും 10 കൂടുതലായി 13 വീടുകൾ നിർമ്മാണത്തിലാണ്. അധികം വൈകാതെ തന്നെ ആ നിർമ്മാണം പൂർത്തീകരിച്ച് സമ്മേളനത്തോടുകൂടി അത് കൈമാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ജിഷയുടെ അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ പുറമ്പോക്കിൽ താമസിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളായ കുട്ടികളെ സഹായിക്കുന്ന സ്കോളർഷിപ്പ് സ്കീമും കൂടി ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നുണ്ട്. DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S. സതീഷ്, എറണാകുളം ജില്ലാ സെക്രട്ടറി KS. അരുൺകുമാർ, പ്രസിഡന്റ് പ്രിൻസി കുര്യാക്കോസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ അനധികൃത നിയമനം ആരോപിച്ച് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ബാങ്ക് ജനറൽ മാനേജർ ഉപരോധിച്ചു. PSC റാങ്ക് ലിസ്റ്റ് പുറത്തു വരാനിരിക്കെ ധൃതി പിടിച്ച് നടത്തിയ നിയമനത്തിന് പിന്നിൽ വൻ കോഴ വാങ്ങിയെന്ന് ആരോപണവും ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നു. കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ അനധികൃത നിയമനം നടത്താനുള്ള നീക്കത്തിനെതിരെ റാങ്ക് ഹോൾഡേഴ്സും ഡിവൈഎഫ്ഐ പ്രവർത്തകരും സംയുക്തമായി ജനറൽ മാനേജറെ ഉപരോധിച്ചു. PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനിരിക്കെ ഒരൊഴിവ് പോലും റിപ്പോർട്ട് ചെയ്യാതെ കോഴ വാങ്ങി നിലവിലുള്ളവർക്ക് പ്രൊമോഷൻ നൽകുകയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. റാങ്ക് ലിസ്റ്റ് അടുത്ത ആഴ്ച വരാനിരിക്കെയാണ് ഇങ്ങനെ ഒരു നിയമനം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് അനധികൃതമാണ്, ഇത് നിയമവിരുദ്ധമാണ്, ഇത് സഹകരണ ചട്ടത്തിനും നിയമങ്ങൾക്കും വിരുദ്ധമാണ്. അതേസമയം എന്ത് വില കൊടുത്തും ഉദ്യോഗാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള നിയമനം തടയുമെന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐ. 12 പേർക്ക് ഇവിടെ നിയമനം കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അത് ശരിയായ നിലപാടല്ല. ആ നിലപാട് തിരുത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത്. മാനേജ്മെന്റും ഡിവൈഎഫ്ഐ നേതാക്കളും MV ജയരാജൻ അടക്കമുള്ള CPIM നേതാക്കളും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഉദ്യോഗാർത്ഥികൾ ഉപരോധം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് അനധികൃത നിയമനം റദ്ദാക്കുന്നതും PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് അർഹതപ്പെട്ടവർക്കുള്ള നിയമനം നൽകുന്നതിനും അതോടൊപ്പം പ്രൊമോഷൻ വഴി നിയമിക്കേണ്ട തസ്തികകളിലേക്ക് പ്രൊമോഷൻ വഴി നിയമിക്കാനുമുള്ള തീരുമാനമാണ് ഈ സമരത്തെ തുടർന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഫിലിം ഗൈഡൻസ് സൊസൈറ്റിയുടെ 2015 മലയാള രത്നം അവാർഡ് നടൻ ജഗദീഷ് രൂമാറിന് സമ്മാനിച്ചു. തിരുവനന്തപുരം പേയാടുള്ള വസതിയിൽ വെച്ച് സൊസൈറ്റി ചെയർമാൻ കായിക്കര ബാബുവാണ് അവാർഡ് സമർപ്പിച്ചത്. ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംവിധായകൻ ബാലു കിരിയത്ത്, ഫിലിം ഗൈഡൻസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ ജോസഫ് ആന്റണി, ജഗതിയുടെ പത്നി ശോഭാ ശ്രീകുമാർ, മകൻ രാജ്കുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു. സ്വാതന്ത്ര്യസമര സേനാനിയും രക്തസാക്ഷിയുമായ മൊയ്യാരത്ത് ശങ്കരനെ കുറിച്ച് ചിന്ത പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഓട്ടോബയോഗ്രഫി ഓഫ് മൊയ്യാരത്ത് ശങ്കരൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രകാശന ചടങ്ങിൽ ചരിത്രകാരൻ ഡോക്ടർ KN പണിക്കർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ചിന്ത പബ്ലിക്കേഷൻസ് ജനറൽ മാനേജർ ശിവകുമാറും എഡിറ്റർ ഡോക്ടർ D ദേവദാസും ചടങ്ങിൽ പങ്കെടുത്തു. പുസ്തകത്തിന്റെ വിവർത്തനം നടത്തിയത് രാധിക P മേനോനാണ്. നിർഭയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ലിംഗനീതിയെ വിമർശനാത്മകമായി സമീപിക്കുന്ന നോവലുമായി യുവ മലയാളി എഴുത്തുകാരൻ തരുൺ ജെയിംസ് ജിമാനി. മോർണിംഗ് ആഫ്റ്റർ എന്ന നോവൽ പുതിയ ആഖ്യാന രീതി കൊണ്ടും വ്യത്യസ്തമാണ്. മലയാളികൾ നാട്ടിലും മറുനാട്ടിലും ജീവിക്കുമ്പോഴുള്ള ഇരട്ടത്താപും നോവലിൽ പ്രതിപാദിക്കുന്നു. ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായ ഇക്കാലത്ത് പ്രസക്തമാവുകയാണ് തരുൺ ജെയിംസ് ജിമാനിയുടെ മോർണിംഗ്സ് ആഫ്റ്റർ എന്ന നോവൽ. ഡൽഹിയിലെ നിർഭയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സമൂഹത്തിന്റെ സ്ത്രീ പുരുഷ ബിംബങ്ങളോടുള്ള കാഴ്ചപ്പാടിനെ വിമർശനാത്മകമായി നോവൽ വിലയിരുത്തുന്നു. ഇന്ത്യയിലെ ജെൻഡർ റോൾസ് ഹൗ ഡസ് ഇറ്റ് വർക്ക് ഔട്ട് എന്നുള്ളതാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി എ മാൻ ഓർ എ വുമൻ ഇൻ ഇന്ത്യ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ട്രഡീഷണൽ റോൾസ് ഉണ്ടോ? അതിപ്പോൾ ഫ്ലൂയിഡ് ആണോ? അത് മാറിക്കൊണ്ടിരിക്കുകയാണോ? ദിസ് ഇസ് ദ സെർച്ച് ദാറ്റ് ദേ ആർ ഓൺ. മലയാളികളായ തോമസ്, സോണിയ എന്നിവരും ബോളിവുഡ് താരമായ ഭായിയുമാണ് നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. കഥാപാത്രങ്ങൾ നേരിട്ട് കഥ പറയുന്ന പുതിയ ആഖ്യാന രീതി നോവലിനെ വ്യത്യസ്തമാക്കുന്നു. സ്പെഷ്യലി ഇവരുടെ കേസിൽ മലയാളി ആവുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചില ഹിപ്പോക്രസീസ് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ജെൻഡർ നമ്മളിപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്. So adine I specifically wanted to address that, which is why they're Malayalis. Third party narration എനിക്ക് അത്ര താല്പര്യമില്ല. So any time എന്ത് സംഭവം നടന്നാലും അത് you get it from the perspective of either Thomas or Sonia or somebody else. ഡൽഹിയിൽ പരസ്യരംഗത്ത് പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയായ തരുൺ ജെയിംസ് ജിമാനിയുടെ രണ്ടാമത്തെ നോവലാണ് മോർണിംഗ്സ് ആഫ്റ്റർ. 2013 പുറത്തിറങ്ങിയ കഫ് സിറപ്പ് സർറിയലിസമാണ് ആദ്യ നോവൽ. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപ്തി കുറിച്ച് നട അടച്ചു. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട 30-ാം തീയതി വൈകിട്ട് 5 മണിക്ക് വീണ്ടും തുറക്കും. മണ്ഡല പൂജകൾ പൂർത്തിയാക്കിയാണ് നട അടച്ചത്. തന്ത്രി കണ്ഠരര് രാജീവരുടെയും മേൽശാന്തി TM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു പൂജകൾ. നോട്ട് പ്രതിസന്ധിയിൽ LDF നടത്തുന്ന മനുഷ്യചങ്ങല വൻ വിജയമാക്കണമെന്ന് കൺവീനർ വൈക്കം വിശ്വൻ. മനുഷ്യചങ്ങല കേന്ദ്ര സർക്കാരിന് താക്കീതായി മാറുമെന്നും വൈക്കം വിശ്വൻ പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്ഭവൻ മുതൽ കാസർഗോഡ് ടൗൺ വരെയാണ് മനുഷ്യചങ്ങല. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് 700 കിലോമീറ്റർ നീളത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കും. നോട്ട് പ്രതിസന്ധിയിൽ തുറന്നടിച്ച MD വാസുദേവൻ നായർ. തുഗ്ലക് പരിഷ്കാരത്തിന് പിന്നിൽ വേറെ എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടെന്ന് MD. കറൻസിയിൽ തൊട്ട രാജ്യങ്ങൾ നശിച്ച ചരിത്രമേ ഉള്ളൂ എന്നും MD വാസുദേവൻ നായർ അഭിപ്രായപ്പെട്ടു. നോട്ട് പ്രതിസന്ധിയെക്കുറിച്ച് തോമസ് ഐസക് രചിച്ച കള്ളപ്പണവേട്ട മിഥ്യയും യാഥാർത്ഥ്യവും എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
എല്ലാം 30 ദിവസം കഴിയുമ്പോൾ ശരിയാവും, 50 ദിവസം കഴിയുമ്പോൾ ശരിയാവും, 70 ദിവസം കഴിയുമ്പോൾ ശരിയാവുമെന്ന്. ഇത് ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആളുകൾ തന്നെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനേറെ റിസർവ് ബാങ്കിന്റെ അധികാരികൾ പോലും ഓരോ സമയത്ത് മാറി മാറിയിട്ട് പറയുന്നു. അപ്പൊ ഈ വിഷയത്തെ പറ്റി ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. കേരളം പോലെയുള്ള ഒരു പ്രദേശത്തിന് ഈ ആപത്തിൽ എങ്ങനെ ചെറുത്ത് നിൽക്കാൻ പറ്റും, നിലനിൽക്കാൻ പറ്റും. ചെറുത്ത് നിൽക്കുക മാത്രമല്ല, നിലനിൽപ്പ് കൂടിയിട്ട്, എക്സിസ്റ്റൻസ്, അസ്തിത്വം, നിലനിൽപ്പ്. കേരളത്തിലെ മികച്ച ഡോക്ടർക്കായുള്ള കൈരളി പീപ്പിൾ ഡോക്ടേഴ്സ് അവാർഡ് കൊച്ചിയിൽ വിതരണം ചെയ്തു. സർക്കാർ മേഖലയിൽ നിന്ന് ഡോക്ടർ നൂന മാർജയ്ക്കും സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിനും സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ എസ് അബ്ദുൽ ഖാദറിനും കൈരളി TV ചെയർമാൻ മമ്മൂട്ടി പുരസ്കാരം സമ്മാനിച്ചു. ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്റർപ്രീനർഷിപ്പ് അവാർഡ് ഡോക്ടർ ഷംഷീർ വയലിലും ഏറ്റുവാങ്ങി. ത്യാഗത്തെയും മനുഷ്യത്വത്തെയും നെഞ്ചേറ്റി സമൂഹത്തിനാകെ മാതൃകയാകുന്ന നേട്ടങ്ങൾ കൊയ്ത 3 മഹനീയ വ്യക്തിത്വങ്ങളെയാണ് കൈരളി പീപ്പിൾ TV ആദരിച്ചത്. കൊച്ചി IMA ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കിയാണ് ജേതാക്കൾക്ക് പത്മശ്രീ മമ്മൂട്ടി പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ആരോഗ്യമന്ത്രി KK ശൈലജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ മേഖലയിലെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് ഡോക്ടർ നൂന മാർജയ്ക്ക് സമ്മാനിച്ചു. പുരസ്കാരം സമ്മാനിക്കുന്നത് പത്മശ്രീ മമ്മൂട്ടി, കീർത്തിപത്രം സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീമതി KK ശൈലജ ടീച്ചർ, ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ്. സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറവും സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ എസ് അബ്ദുൽ ഖാദറും പുരസ്കാരം ഏറ്റുവാങ്ങി. യുവചികിത്സാ സംരംഭകനുള്ള ക്വാളിറ്റി ഹെൽത്ത് കെയർ ഓൺട്രപ്രണർഷിപ്പ് അവാർഡ് VPS ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംസീർ വയലിലിന് സമ്മാനിച്ചു. ജനകീയ നാമനിർദ്ദേശത്തിലൂടെ ലഭിച്ച നിരവധി അപേക്ഷകൾ പരിഗണിച്ചാണ് കേരള സർവകലാശാല മുൻ VCയും പ്ലാനിംഗ് ബോർഡ് അംഗവുമായ ഡോക്ടർ B ഇക്ബാൽ, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡയറക്ടർ ഡോക്ടർ ആശാ കിഷോർ എന്നിവരടങ്ങിയ വിദഗ്ധ സമിതി അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. കൈരളി TV MD ജോൺ ബ്രിട്ടാസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കൊച്ചി മേയർ സൗമിനി ജെയിൻ, IMA പ്രസിഡന്റ് ഡോക്ടർ നാരായണൻ, A വിജയരാഘവൻ, PA സിദ്ധാർത്ഥ മേനോൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു.